ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം സമുദ്രനിരപ്പ് ഉയർന്ന് 2050ഓടെ കേരളത്തിലെ പല മേഖലകളെയും കടലെടുത്തേക്കുമെന്ന റിപ്പോർട്ട് കുറച്ചു കാലം മുമ്പാണ് വന്നത്. എന്നാൽ മുൻ കാലങ്ങളിൽ കരുതിയതിനേക്കാൾ ആശങ്കാജനകമാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കടൽ ജലനിരപ്പ് ഉയർന്നുണ്ടാകുന്ന പ്രളയമാണ് കേരളത്തിന് വലിയ ഭീഷണിയായി വരുന്നത്. അതിതീവ്ര പ്രളയ ഭീഷണി നേരിടുന്ന ഒരേയൊരു സംസ്ഥാനവും കേരളമാണ്. പ്രവചനാതീതമായ വേനൽക്കാല മൺസൂൺ മഴയ്ക്കും കേരളം സാക്ഷ്യം വഹിക്കാമെന്നും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മണ്ണിട്ട് നികത്തി, തോടുകൾ, ഇടത്തോടുകൾ, കാനകൾ എന്നിവയെല്ലാം അടച്ചു. പുഴയോരങ്ങളും പുഴയുടെ പ്രളയ പ്രതലങ്ങളും കയ്യേറി കെട്ടിടങ്ങൾ പണിഞ്ഞു. ജലകുടങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന നിരവധി കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി. ഇക്കാരണങ്ങളാൽ ചെറിയ മഴ വന്നാൽ പോലും നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വെള്ളം നിറയും. പെയ്ത്തുവെള്ളം പിടിച്ചു നിർത്താൻ ശേഷിയുള്ള കേരളത്തിന്റെ വനവിസ്തൃതി വിവിധ കാരണങ്ങളാൽ 29% കുറഞ്ഞു. ഇതൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ കെട്ടിപ്പൊക്കിയ വീടുകളിലും വില്ലകളിലും വികസന സൗധങ്ങളിലും ചെറിയ മഴയ്ക്ക് പോലും വെള്ളം കയറുന്ന അവസ്ഥയിലാക്കി എന്ന് റിപ്പോർട്ട് പറയുന്നു. കേരളത്തിൽ പല തീരദേശ ജില്ലകളുടെയും പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിലുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ തുടങ്ങിയ ജില്ലകളുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഒട്ടേറെ പ്രദേശങ്ങളിലാണ് സമുദ്രജലം കയറാനുള്ള സാധ്യത പറയുന്നത്. കടലോര ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഭീഷണിയുണ്ട്. മധ്യ കേരളത്തിലെ തീരപ്രദേശമാണ് ഏറ്റവും ഭീഷണി നേരിടുന്നത്. IPCC 6 അന്താരാഷ്ട്ര കാലാവസ്ഥാ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ പഠനം. അതേസമയം ചുഴലിക്കാറ്റ്, ഉഷ്ണതരംഗം എന്നിവയുടെ തീവ്രത കേരളത്തിൽ താരതമ്യേന കുറവാണെന്നും പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളായ മുംബൈ, കൊൽക്കത്ത എന്നിവയും വെള്ളത്തിനടിയിലാകും. ആന്ധ്ര, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ തീരപ്രദേശങ്ങളും ഭീഷണിയിലാണ്.